നമ്മുടെ ആറാട്ടണ്ണൻ സന്തോഷ് വർക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മനുഷ്യനെ. അതിപ്പോൾ ഈ മനുഷ്യൻ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ നല്ലത് പറയും, ചിലപ്പോൾ ഭയങ്കര മോശം പറയും. കണ്ടു കഴിഞ്ഞാൽ എന്താണെങ്കിൽ ഞങ്ങൾ സംസാരിച്ച് വെള്ളമൊക്കെ കുടിച്ച് ചുറ്റിക്കറങ്ങി ഭയങ്കര രസമാണ് ഇങ്ങേര്. അതായത് സംസാരിക്കുമ്പോൾ സിനിമയെക്കുറിച്ചാണെങ്കിലും വേറെ കാര്യങ്ങളിലാണെങ്കിലും ആൾ ഭയങ്കര നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കളയും. നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങേര് പറയും. അപ്പോൾ ആൾ ഭയങ്കര ഒരു നല്ല മനുഷ്യനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ഈ ഫേസ്ബുക്കിൽ അങ്ങേരുടെ വീഡിയോസ് ഇങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ കുറേ വീഡിയോസ് അങ്ങേരുടെ എന്താ പറയുക, അങ്ങേര് എന്താണ് അങ്ങേര് പഠിക്കുന്നത് അല്ലെങ്കിൽ അങ്ങേരുടെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് അങ്ങേര് ഇടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അങ്ങേര് പെരേരനെ പറയും, ചെഗുവിനെ പറയും, അങ്ങനെ കുറേ വീഡിയോസ് അങ്ങനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഫണ്ണാണ്. ആറാട്ടണ്ണൻ്റെ കമൻറ്റ് ബോക്സ് പോയി നോക്കുമ്പോഴാണ് ഏറ്റവും രസം. പക്ഷെ കുറേയൊക്കെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ ആറാട്ടണ്ണൻ്റെ അച്ഛനെ കയറി ചീത്ത വിളിക്കുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷെ ചില വീഡിയോസിൽ അങ്ങനത്തെ വിളി വരും. ഞാൻ തന്നെ ആറാട്ടണ്ണനോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചില മൂഡിൽ ആറാട്ടണ്ണൻ എന്നോട് തുറന്ന് പറഞ്ഞൊരു കേസ് പറയാം. ഞാൻ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവും ചില സമയത്ത്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് പറയും, എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാവും ഞാൻ നോക്കുക, അയ്യോ ഇതാണോ ഇട്ടത്. ചില ടൈമിലൊരു എക്സ്ട്രീം ലിമിറ്റിലാണ് ഞാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൻ്റെ അടിയിൽ കമൻസ് ഒന്നും നോക്കാറില്ല, ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോകുന്നു. അപ്പോൾ അത് പറയാൻ കാരണം ആറാട്ടണ്ണൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇന്നൊരു വീഡിയോ വൈറലായെന്നെ കേട്ടു. ഏതോ ഒരു സിനിമാ നടി ആരോ എന്നെ ഒഴിവാക്കിയാണ്. ശരീരം കാണിച്ചു കിടക്കുകയും വ്യഭിചരിക്കുകയും ചെയ്യുന്ന ആൾക്കാരുടെ പുച്ഛമാണ്. ദാരിദ്ര്യം കൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്, കുഴപ്പമില്ല. ഇത് ദാരിദ്ര്യമല്ല. ബിക്കിനിയിൽ കാണിക്കുകയും ഫോട്ടോഷൂട്ട് നടത്തുകയും, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ന് ഡീസൻ്റ് ആൾക്കാരും ഉണ്ട്, മരിക ഡ്രസ്സൊക്കെ ചെയ്ത് അഭിനയിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവരും തരംതായതിൻ്റെ പോപ്പുലാരിറ്റിയാണ്. അവരുടെ പുറകെ നടക്കാൻ കുറേ പൊട്ടന്മാരും ഉണ്ട്. വ്യഭിചരിച്ച് കാശിട്ടാക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അത് ദാരിദ്ര്യം കൊണ്ടാണ്, കുഴപ്പമില്ല. ഇത് വേഷക്കെട്ട് പട്ടിസോ എന്ത് ഭയങ്കര അഹങ്കാരമാണ്. എന്താ എത്ര അഹങ്കരിക്കാനുള്ളതെന്ന് അറിയില്ല. പണ്ടല്ല സിനിമയൊന്നും നല്ല കുടുംബത്തിലുള്ള ആൾക്കാർ കാണാറുമില്ല, സിനിമ കാണാൻ പോകാറുമില്ല, സിനിമയിൽ കയറുമില്ല. വ്യഭിചരിക്കുന്നവർ, വ്യഭിചരിച്ച് കാശുണ്ടാക്കുന്നവർ ജീവിക്കാൻ വേണ്ടിയാലും കുഴപ്പമില്ല. ഇത് അതല്ല, ചീപ്പ് പോപ്പുലിസ്റ്റിക്ക് വേണ്ടി. കേരളം അതപ്പതിച്ചിരിക്കുന്നു. ഇന്നത്തെ ഹർലോത്സവമാണ് ഇംഗ്ലീഷിൽ. അങ്ങനെ ഹർലോത്സവം പറയുകയാണ് കേരളത്തിലെ യുവാക്കൾ നടക്കുന്നത്. എനിക്കൊരു പുച്ഛം മാത്രമേ ഉള്ളൂ, അതേ അവർ അർഹിക്കുന്നുള്ളൂ. ഇതിൽ ആറാട്ടണ്ണൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. ഓക്കെ, മൂപ്പരുടെ ഏതോ ഒരു വീഡിയോ വൈറലായത് മൂപ്പർക്ക് എങ്ങനെയോ കാണാനല്ല, ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുത്ത് കാണും. അങ്ങനെ തന്നെയാണല്ലോ ഓബിയസ്ലി നമ്മളെക്കുറിച്ച് വരുന്ന വീഡിയോ കമൻറ്റ് സാധനങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് അയച്ചു തരും. അങ്ങനെ ആറാട്ടണ്ണനെ അയച്ചു കൊടുത്തതാണ്. ഏതോ ഒരു ലേഡി ആറാട്ടണ്ണനെ ഇഗ്നോർ ചെയ്തു, ഒരു ആക്ട്രസ് ആറാട്ടണ്ണനെ മൈൻഡ് അടിച്ചില്ല, ഇഗ്നോർ ചെയ്തു. നോർമലി ഞാനും നിങ്ങളൊക്കെ പല വീഡിയോസും ആറാട്ടണ്ണൻ്റെ തിയേറ്ററിൽ പടം റിലീസാവുന്ന സമയത്ത് പടം കാണാൻ വരുന്ന ആക്ടറിനെയും ആക്ട്രസിൻ്റെ അടുത്തൊക്കെ ആറാട്ടണ്ണൻ പോയിട്ട് ആറാട്ടണ്ണനാണെന്ന് പറഞ്ഞ് സംസാരിച്ച് കൈ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ചിലർ ആറാട്ടണ്ണനെ മൈൻഡ് അടിക്കാറുണ്ട്, ചിലർ മൈൻഡ് അടിക്കാറില്ല. ഓക്കെ, എന്താണെങ്കിൽ ആറാട്ടണ്ണൻ ഇവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു വീഡിയോ വൈറലായത് കണ്ടു, അല്ലെങ്കിൽ കുറേ പേര് ഇങ്ങനെ സെൻഡ് ചെയ്ത് കാണും. അപ്പോൾ അതിൽ ആ ഒരു ഏതോ ലേഡിയെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. വ്യഭിചാരം, അതേമാതിരി എന്താ പറയുക, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ദാരിദ്ര്യം. ലൈക്ക് ആറാട്ടണ്ണൻ വീഡിയോ ഞാൻ പറയട്ടെ, ചില ആറാട്ടണ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചില ലൈക്ക് എന്താ പറയുക, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമാവും, ദേഷ്യം വരും. അപ്പോൾ ഞാൻ ഇരുന്ന് വീഡിയോ ഇടും. പക്ഷേ ഇതൊക്കെ ലേശം സീനാണ്. ഞാൻ ഇങ്ങനോട് പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയും, നിങ്ങൾ പേഴ്സണലിയും പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ വീഡിയോ ഇട്ടാലും എനിക്ക് പ്രശ്നമില്ല. കാരണം ഞാൻ ഈ മൂഡൊക്കെ മാറിയിരുന്ന് വീഡിയോ കാണുമ്പോൾ ഞാനത്
നോക്കിയിട്ട് പിന്നെ ഞാൻ വരാതിരിക്കാൻ ശ്രമിക്കും. പക്ഷെ ഒരു കാര്യമില്ല, ഒരു ശ്രമിക്കലുമില്ല. ആശാൻ വീണ്ടും എന്ത് ചെയ്യും, ദേഷ്യം വരുന്ന സമയത്തും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുന്ന ടൈമിലും സങ്കടം കൊണ്ട് വീണ്ടും വന്നിട്ട് ഇതേമാതിരി വീഡിയോ ഇടും. അപ്പം പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവർ ഈ ചീത്ത വിളിച്ചിട്ട്, പക്ഷേ അച്ഛന് പറയുന്നതിനോട് ഞാൻ ഒട്ടും താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചീത്ത വിളിച്ചോ, ഇങ്ങനത്തെയൊക്കെ വീഡിയോ ഇട്ടിട്ട് കാരണം ഇതെന്താ അറിയുമോ, ഇതിപ്പോൾ ഏതൊരു ആക്ട്രസ് ആണെങ്കിലും ഇപ്പോൾ ആറാട്ടെണ്ണം നാളെ വേറൊരു ആക്ട്രസിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ചിലപ്പോൾ ഇഗ്നോർ ചെയ്യും. കാരണം അവർ കാണുന്നതും കേൾക്കുന്നതും ചിലപ്പോൾ അവരുടെ അടുത്ത് ആക്ടേഴ്സിൻ്റെ അടുത്തെത്തുന്ന ആറാട്ടെണ്ണിന് ഇങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും. അത് അവരുടെ അടുത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരാരെങ്കിലും മൈൻഡ് അടിക്കുമോ ഇങ്ങനെ? അല്ല, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ അവർ ഡ്രസ്സ് ചെയ്യുന്നത് ആറാട്ടെണ്ണൻ്റെ ഇഷ്ടത്തിനോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഇഷ്ടത്തിനോ ആണോ? ഇപ്പോൾ ഒരാൾ കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടു, ഒരു ലേഡി കുറച്ച് ഷോർട്ടായിട്ടുള്ള ഒരു അപ്പറോ ലോവറോ ഒക്കെ ഇട്ടു, അപ്പോഴത്തേക്ക് ഓടിപ്പിടിച്ചിട്ട് അവർ മറ്റേ പരിപാടിക്ക് പോണതാണ്, അല്ലെങ്കിൽ അവരിങ്ങനെയാണ്. എങ്ങനെ ആറാട്ടെണ്ണെന്ന് പറയാൻ പറ്റുക? പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങളെ ഏതൊരു വീഡിയോ കണ്ടു, ആ വീഡിയോൻ്റെ മുകളിൽ സങ്കടപ്പെട്ടു, നിങ്ങൾ വന്നു, നിങ്ങൾ പിന്നെ വിളിച്ച് പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണെങ്കിലും നിങ്ങളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളെ പഞ്ഞിക്കിട്ട് പോണ സാധനങ്ങളാണ്. അപ്പം പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്യുക, പഞ്ഞിക്കിടല്ലോ, അല്ലാതെ വേറെ വഴിയില്ല. കാരണം എത്രയോ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, പെരേരയാണെങ്കിലും നിങ്ങളാണെങ്കിലും തിയേറ്ററിൽ വരുന്നവരടുത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകാറുണ്ട്. ഇഗ്നോർ ചെയ്യുന്ന ആളുകളെ പിന്നെ നിങ്ങൾ ഇതേപോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവരുടെ കംഫർട്ട് സോണിൽ അവർക്ക് നിങ്ങളെ കയറ്റാൻ താല്പര്യം ഉണ്ടാവാണ്ടാവും. അത് വിചാരിച്ചിട്ട് അവരുടെ ഡ്രസ്സിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അവർ മറ്റേ വ്യഭിചാരികളാണെന്ന് പറഞ്ഞിട്ടോ ലാസ്റ്റ് തിയേറ്ററിൻ്റെ ഭാഗത്തേക്ക് കയറ്റാത്ത സീൻ വരും. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ സപ്പോസ് ഒരു പേരും ഇല്ലാതെയാണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുള്ളത്, ഇത് കണ്ടിട്ട് തന്നെ ഇനി ആരെങ്കിലും പോയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് തിയേറ്റർ അസോസിയേഷനിലോ അല്ലെങ്കിൽ മറ്റേ AMMAയിലോ പോയിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്, ഇയാളിങ്ങനെ വന്ന് നിന്ന് നമുക്കൊരു ന്യൂസൻസ് ആവുന്നുണ്ട്, സോ ദയവ് ചെയ്തിട്ട് ഇയാൾ ആ പ്രിമൈസിൽ സിനിമ കണ്ടാൽ നിൽക്കാൻ സമ്മതിക്കരുത്, കാണുക കയറുക പോവുക, എന്ത് ചെയ്യാൻ പറ്റും? സോ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആറാട്ടനോട് ഇതും പേഴ്സണലിയും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാണിക്കുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ എന്നോട് പലരും ഇതയച്ചെന്ന് പറഞ്ഞു, നിൻ്റെ ഫ്രണ്ടല്ലേ, നീ എപ്പോഴും ആറാട്ടനെ സപ്പോർട്ട് ചെയ്യുന്നല്ലേ. ഇത് ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതോ കിട്ടുന്നതോ അല്ല, ഇനി ഇത് പറഞ്ഞ് ഞാൻ കൊടുത്തു കഴിഞ്ഞ കാര്യം ഞാൻ കുറേ വട്ടം പറഞ്ഞാണ്, അണ്ണാ ഈ പരിപാടി കാണിക്കില്ല, നിങ്ങൾ ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ മൊബൈൽ എടുക്കണ്ട, നിങ്ങൾ മൊബൈൽ മാറ്റി വെച്ചോ, മൊബൈൽ എടുക്കണ്ട, ദേഷ്യം വരുന്ന സമയത്ത് മാറ്റി വെച്ചാൽ മതി. ഇല്ല, അങ്ങേർക്ക് അപ്പം സാധനം അങ്ങേര് പൂശി വിടും. കഴിഞ്ഞ വട്ടം അതേമാതിരി ഇന്നെക്കുറിച്ച് വീഡിയോ ഇട്ട് പിന്നെ ഇന്നെ തന്നെ വിളിക്കേണ്ടതാണ്. ഞാൻ സോറി, നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാൻ തലേ ദിവസം രാത്രി ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരെ കുറിച്ചും പറഞ്ഞല്ലോ, അതൊന്നും ഒരു പ്രശ്നമല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ഇയാൾ ഇത്രയേ ഉള്ളൂ, ഇയാൾ ആൾ ഭയങ്കര പാവമാണ് മനുഷ്യൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ആൾക്ക് ചില ടൈമിൽ ഇതിൻ്റെ സ്ട്രൈക്കാവും. അത് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് സ്ട്രൈക്ക് ആക്കിപ്പിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം പിന്നെ എന്താ പറയുക, ഇതൊക്കെ റോങ് സെൻസിൽ എടുക്കുന്നവർക്ക്, അതായത് ഇത് ഇവ ഇങ്ങനെ പറഞ്ഞല്ലേ എന്നാൽ പിന്നെ അവന് കൊടുക്കാമെന്ന് പറഞ്ഞ് എടുക്കുന്നവർ ചിലപ്പോൾ റിവെഞ്ച് വയ്ക്കും. അതിന് മാത്രം അങ്ങനെ ഇല്ല മനുഷ്യൻ. ഇപ്പം ചെഗുവിനെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. ചെഗുവൊക്കെ വളരെ കൂളായിട്ട് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അത്രയും ഫണ്ണായിട്ട് അതൊക്കെ ഹാൻഡിൽ ചെയ്യുള്ളൂ. അപ്പോൾ ചെഗുവിൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആറാട്ടെണ്ണൻ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നു, സസ്റ്റെയിൻ ചെയ്യുന്നതും, ആറാട്ടെണ്ണൻ ഇപ്പോൾ ഇത്രയും എന്താ പറയുക സുഖമായിട്ട് ആറാട്ടൻ്റെ ലൈഫിൽ നല്ല കിടലായിട്ട് പോകുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടുമാണ്. അത് ഭയങ്കര സംഭവമാണ്. കാരണം അങ്ങനെ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ആറാട്ടണ്ണൻ ഇതിലും ഭയങ്കര വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിലായിരുന്നു ആ മനുഷ്യൻ. ആ കാര്യത്തിൽ അവർ ആറാട്ടണ്ണന് കൊടുക്കുന്ന സ്പേസും ആറാട്ടണ്ണന് കൊടുക്കുന്ന ടൈമും ഒക്കെ അത് ഭയങ്കര ഇതാണ്. കാരണം അത് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ മനുഷ്യൻ കുടുങ്ങിപ്പോയിരുന്നു. ഒരു ഫ്രണ്ടും ഇല്ല, ഒരാളടുത്ത് സംസാരിക്കാല്ലാതെ അണ്ണം പെട്ടുപോയിരുന്നു. അപ്പം അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി വെച്ചില്ലെങ്കിൽ പണിയാണ്. കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും, അത് ഉറപ്പാണ്. ഇത് പേരോ കാര്യങ്ങളോ ഇല്ലാത്തതുകൊണ്ട് പിന്നെയും സീനില്ല. സാധാരണ രീതിയിൽ പേരൊക്കെ പറഞ്ഞിട്ട് ഏതാ വീഡിയോ ഉള്ള ആക്ട്രസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങേര് തുടങ്ങാറ്. ഇതെന്തോ ഭാഗ്യം അതില്ല. എന്താണെങ്കിലും അതാ മാറ്റമാണ് ഞാൻ പറയുന്നത്. കാരണം ഞാനിങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ടോ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങേരോട്, ചെയ്യല്ലേ ഈ പരിപാടി. എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങേരെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്. അറ്റ്ലീസ്റ്റ് ഇത് പേര് പറയാത്ത തന്നെ വലിയ കാര്യം. പക്ഷെ എന്നാലും ഉപയോഗിക്കുന്ന വാക്കുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഭയങ്കര സീനാണ് അണ്ണ. അണ്ണ ഈ വീഡിയോ ഇട്ടതിന് അടിയിലുള്ള പോസ്റ്റാണ് ഈ കിടക്കുന്നത്. അണ്ണ ഈ വീഡിയോയിൽ പറയുന്നത് വസ്ത്രദാരിദ്ര്യത്തിനെ കുറിച്ചിട്ടും അനാശാസ്യം എന്നൊക്കെയാണ് അണ്ണ ഭയങ്കരമായിട്ട് ഇതിലടിച്ചുകൊണ്ടിരിക്കുന്നത്, പബ്ലിസിറ്റി എന്നൊക്കെ. അതേ സൈഡിൽ അണ്ണൻ്റെ അടുത്ത പോസ്റ്റ് ചെയ്തു, உங்கள் யாருன்னே നമുക്ക് പുറിയ വയ്ക്ക മുടിയാത്, നിങ്ങൾ അവളോ പെരിയ ആളത്, അങ്ങനെ വിചാരിക്കേണ്ടി വരും. യാരടാ നീ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായി.